സാധാരണയിൽ കൂടുതൽ തണുത്തുറഞ്ഞൊരു ശൈത്യകാലത്താണ് വലിയ ശബ്ദത്തിൽ വടക്ക് കിഴക്കിൽ നിന്ന് കത്തിപ്പിടിച്ച് അങ്ങ് ഡൽഹി മുതൽ ബാംഗ്ലൂർ വരെയും കൊൽക്കത്ത മുതൽ കോഴിക്കോട് വരെയും ജാമിയ മില്ലയിൽ തുടങ്ങി JNUവിൽ അലിഗഡിൽ രാജ്യത്തിന്റെ സർവകലാശാലകളിൽ ഒരു പ്രതികരണ മഹാസമുദ്രം സമരത്തിരാഞ്ഞടിച്ച ചരിത്രപരമായ പ്രക്ഷോഭകാലം 2019 ഡിസംബറിലാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അഥവാ ജാതിഭേദങ്ങളില്ലാതെ നമ്മൾ ഈ രാജ്യത്തിന്റെ ജനത എന്നൊരു പ്രകാശത്തിന്റെ പ്രിയാമ്പിൾ തുടങ്ങുന്ന ഭരണഘടനയാണ്. ഈ രാജ്യാതിർത്തിയിൽ ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യനും നിയമത്തിന് മുന്നിൽ രണ്ടാം തരക്കാരല്ല എന്ന് സംശയങ്ങളില്ലാതെ പറയുന്ന ഒരു ആർട്ടിക്കിളിന്റെ വെള്ളി വെളിച്ചത്തിൽ മതാടിസ്ഥാനത്തിൽ പൗരത്വ നിർണയം ഭരണഘടനാ വിരുദ്ധമെന്ന് മാത്രമല്ല, അത് ഇക്കാലത്തും വരും കാലത്തും സമാധാനത്തെ കൊലയ്ക്ക് കൊടുക്കുന്ന അസ്വാസ്ഥ്യത്തിന്റെ ക്ലസ്റ്റർ ബോംബ് വിതരണമാണ്. അന്തകവിത്താണെന്ന രോഷങ്ങൾ അന്നേ ആഞ്ഞുകേട്ടത് 2019 അത് കഴിഞ്ഞും അപ്പം ചുട്ട കണക്കെ പല നിയമങ്ങൾ പ്രാബല്യത്തിലായിട്ടും കോവിഡ് എന്നൊക്കെ പറഞ്ഞൊരു 4 വർഷത്തെ മൗനത്തിന് ശേഷം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് ചട്ടങ്ങൾ പൊട്ടിവീഴുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷം ഒറ്റ ശബ്ദത്തിൽ പറയുന്നു, അത് ആത്മാർത്ഥത തീണ്ടാത്ത രാഷ്ട്രീയ ദുഷ്ടലാക്ക്. ഇക്കുറി സീറ്റ് 400 മുകളിൽ ഇസ്ബാർ 400 പാർ എന്നൊരു മധുരമനോജ്ഞ സ്വപ്നത്തിലേക്ക് മനുഷ്യനെ വെറുപ്പിൽ വിദ്വേഷത്തിൽ തമ്മിലടിപ്പിച്ച് 10 വോട്ട് സമാഹരണത്തിനുള്ള 11-ാം മണിക്കൂർ വിഷപ്രയോഗമെന്ന് പറയലാണ് പ്രതിപക്ഷം. അതുമാത്രമാണോ? നീണ്ട വർഷങ്ങളുടെ പൊളിറ്റിക്കൽ ഫ്രീസർ പൊട്ടിച്ച നോട്ടിഫിക്കേഷന്റെ അവതരണകാലം എപ്പോഴാണ്? അന്ന് ബാങ്ക് ഓഫ് കൊൽക്കത്ത മുതൽ തുടങ്ങി ചുരുങ്ങിയത് 200 വർഷത്തെ പാരമ്പര്യമുള്ള മഹത്തായ ഒരു ബാങ്കിംഗ് സ്ഥാപനം രാഷ്ട്രീയ ഫണ്ടിംഗ് ഡേറ്റകൾ രാജ്യത്തെ അറിയിക്കാൻ മടിച്ചുടായ്പകൾ പറഞ്ഞ് നാണം കെട്ട് മുട്ടിവിറച്ച് നീതിപീഠത്തിന്റെ പ്രഹരമേറ്റ് പൊളഞ്ഞൊരു ദിവസമാണ്. അധികാര രാഷ്ട്രീയത്തെ അതിന്റെ മേലാളന്മാരെ തൂക്കി നോക്കി വിലക്കെടുക്കാൻ സഹസ്ര കോടികൾ വാരിവീശ മുഖം മറച്ച കൂട്ടം ആരെന്നും ശത്രു രാജ്യത്തിന്റെ ബിനാമി കമ്പനികൾ അക്കൂട്ടത്തിലുണ്ടോ എന്നൊക്കെ ഒന്ന് വ്യക്തമാകട്ടെ സാർ. എന്നിട്ടാകാം രാജ്യസ്നേഹത്തിന്റെ മൊത്തക്കച്ചവടം, അഴിമതി വിരുദ്ധ ചപ്പടാച്ചികൾ, ഗീർവാണങ്ങൾ. ഇതാ കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിന്റെ ഒരു MP ആണെന്ന് പോലും ഓർക്കാതെ ഉളുപ്പില്ലാതെ മറയില്ലാതെ എന്ന് പറയലാണ് ഒരുത്തൻ ഈ ഭരണഘടന മാറ്റി എഴുതാൻ മരണവാറണ്ടടിക്കാൻ നമുക്ക് വേണമത്രേ സീറ്റ് 400. അങ്ങനെ മതാസക്തിയിൽ കലാപങ്ങളിൽ കഴിമരങ്ങളിൽ മുടിഞ്ഞു നാശമായൊരു നരകരാജ്യം പാകിസ്ഥാൻ പോലെയാകാതെ ഇക്കാലമത്രയും നാടിനെ ചേർത്ത് നിർത്തി വിശുദ്ധ പുസ്തകത്തെ അറവുശാലയിലേക്ക് കാട്ടിത്തെളിക്കുമ്പോൾ അതിലെ പ്രമാണങ്ങൾക്ക് വായ്ക്കരി വീഴുമ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വരിയുടച്ചു വാക്ക് വിഴുങ്ങി മിണ്ടാതിരിക്കൽ ആത്മവഞ്ചനയാണ്, അപരാധമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.